ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും ഏട്ടനും റിച്ചൂട്ടനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ റിച്ചൂട്ടനാണെങ്കിൽ അവന് പനിയുണ്ട്, അപ്പോൾ അവനെ കാണിക്കും വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ റിച്ചൂട്ടനും ഏട്ടനും മുന്നിൽ പോവുകയാണ്. ഇപ്പം ഉച്ച സമയമൊന്നുമല്ല കേട്ടോ, 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വെയിലിൻ്റെ ഒരു ചൂട് കണ്ടില്ലേ, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ 9:30 കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ കാത്തുന്നതിന് ശേഷം ബസ്സൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ബസ്സിലിരുന്നിട്ട് കുറേ വീഡിയോസൊക്കെ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റിച്ചൂട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ മടിയിൽ. പിന്നെ എനിക്ക് ഫോൺ എങ്ങനെ താഴെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങളിത് ഹോസ്പിറ്റലിലെത്തി. ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു. ഇനി എനിക്ക് നാളെ സ്കാനിങ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. റിച്ചൂട്ടിൻ്റെ ഡോക്ടറെ കാണിച്ചു. അവന് ഉള്ള മരുന്ന് എന്തെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ജെംസ് മിഠായി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ. ഇത് ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് വേഗം വന്നതും വേഗം ഡോക്ടറെയൊക്കെ കാണിക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഒരു ചായയും ഞങ്ങൾ ഇടിയപ്പവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ദോശ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷേ ദോശ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇടിയപ്പമാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇടിയപ്പം കഴിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ റിച്ചോർട്ടിനെ കളിപ്പിച്ചിരുന്നതിന് ശേഷം പിന്നെ വീണ്ടും ഒറ്റപ്പാലത്തേക്ക് ഞങ്ങൾ തിരിച്ചു കേട്ടോ. ഓട്ടോയിൽ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഒറ്റപ്പാലം സ്റ്റാൻഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും നാളെ ഒറ്റപ്പാലത്തേക്ക് തന്നെ തിരിച്ചു വരണം, സ്കാനിങ് എടുക്കണം, അത് വീണ്ടും ഡോക്ടറെ കാണിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒറ്റപ്പാലം സ്റ്റാൻഡ് എത്താറായി. ഇപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അങ്ങനെ ബസ്സൊക്കെ കാത്തു നിന്നതിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും ബസ്സൊക്കെ കിട്ടി. ഞാൻ ബസ്സിലിരുന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഒറ്റപ്പാലം സ്റ്റാൻഡ് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, അപ്പോഴേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബസ്സിലിരുന്നിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എല്ലാം കാണിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് ഞങ്ങൾ എണീറ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഏട്ടൻ ഇന്നലെ കൂടുന്ന കേക്കാണ്, അപ്പോൾ അതും കഴിക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് എനിക്കൊരു പുരികം ത്രെഡിങ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇതാ ഈ കുട്ടിയിട്ടാണ് കേട്ടോ പുരികം ത്രെഡ് ചെയ്യണത്. അപ്പം ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ 3 സംഭവങ്ങൾ. ഞാൻ ബ്ലേഡ് കൊണ്ടാണ് കേട്ടോ ഞാൻ പുരികം ത്രെഡ് ചെയ്യുന്നത്, നൂല് കൊണ്ട് ചെയ്യാൻ എനിക്കറിയില്ല സംഭവം. ഞാൻ ബ്ലേഡ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുവിധം ഇവിടെയുള്ള കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഞാൻ അത് ചീർപ്പോട് ഞാൻ ആദ്യം മുടിയെല്ലാം പുരികെല്ലാം ഒന്ന് ചീകി, പിന്നെ ഞാൻ ഹൈബ്രോ പെൻസിൽ എടുത്തിട്ടൊന്ന് നന്നായി ഷേപ്പാക്കി കൊടുക്കും. നമ്മൾ ഷേപ്പാക്കി കൊടുക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ആ പുരിക എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നന്നായിട്ടൊന്നത് പുരികം ഷേപ്പാക്കണം കേട്ടോ. ഹൈബ്രോ പെൻസിലോടൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്. അവളുടെ ആണെങ്കിൽ നല്ല കട്ടിയുള്ള പുരികാണ് കേട്ടോ, നല്ല വണ്ണം ഉണ്ടത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവൾ എൻ്റെ അടുത്തേക്ക് വന്നില്ല, വേറെ എവിടേക്കോ പോയിട്ട് അത് കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഭാഗം ഞാനൊന്ന് നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്. എനിക്ക് ചെറിയൊരു കിതപ്പ് വരുന്നുണ്ട് കേട്ടോ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ, എന്താണെന്നറിയില്ല. പിന്നെ ഒന്നാമത് പ്രഗ്നൻ്റ് ആയതുകൊണ്ടാവാൻ ചിലപ്പോൾ എന്നറിയില്ല. ഇപ്പോൾ 5 മാസമൊക്കെ കഴിയാറായി. ഇനിയിപ്പോൾ 5-ാമത്തെ സ്കാനിങ്ങാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തെന്നറിയില്ല. അങ്ങനെ ഞാൻ പുരയൊക്കെ ഷേപ്പാക്കി അതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം ഞാൻ ഇവളുടെ പുരയും ത്രെഡ് ചെയ്യാൻ പോവുകയാണ്. പൊന്നു എന്നാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വിളിക്കുക. അപ്പോൾ മുകളിൽ നിന്നല്ല, നമ്മൾ ആദ്യം തന്നെ താഴെ നിന്ന് നമ്മൾ ഷേപ്പാക്കി വരണം, എങ്കിലും നമുക്കതിൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. പുരികം താഴെ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ട് വരണം, അപ്പോഴേ അതിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ ഞാനിതിൻ്റെ നല്ലൊരു വീഡിയോ ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാനിങ്ങനെ നിങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞാനിതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാം. പൊരികെടുക്കുന്നതിൻ്റെയൊക്കെ ശരിക്കുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ മുടിയൊക്കെ എണ്ണയൊക്കെ ചെയ്ത് കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹെന്നയുടെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എനിക്ക് ഒന്നാമത് സമയം ഹെന്ന രാവിലേക്ക് തലേ ദിവസം അത് കലക്കി കൊടുക്കണം. പിന്നെ ഒന്നും സമയമില്ല. സമയം ഇപ്പോൾ കുറച്ച് 6 മണിയൊക്കെ ആവാറായി. അപ്പോൾ 6 മണിൻ്റെ മുന്നേ ഇത് വോയിസ് മറ്റേ പുരികം ത്രെഡിങ് കഴിയണം. അപ്പോൾ പിന്നെ അതിൻ്റെ കലക്കലൊന്നും ഹെന്നെ കലക്കി വെക്കാനൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ വേറെ ദിവസം ഞാൻ കാണിച്ചു തരാം. 2 സൈഡും അപ്പോൾ ഒരു പുരികം കഴിഞ്ഞപ്പോൾ അടുത്ത പുരികം ഞാനിപ്പോൾ ഷേപ്പാക്കി വരികയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ പുരികത്തിൻ്റെ താഴെയൊക്കെ നന്നായിട്ട് ഇവിടെ നല്ല കട്ടിയുള്ള പുരികമാണ്. അപ്പോൾ അതെടുക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരുപാട് കട്ടി വേണ്ട, ചെറിയ വണ്ണം മതി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പുരികം ത്രെഡ് ചെയ്യണതും അങ്ങനെ ത്രെഡിങ്ങും ഏകദേശം കഴിയാറായി. ഇതാണ് കേട്ടോ ഞാൻ അവസാനം പുരികം ത്രെഡ് ചെയ്തപ്പോൾ ഇതാണ് ഈ രീതിയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അവളുടെ പുരികം. അപ്പോൾ അവൾക്കും ഇത് മതിയെന്ന് പറഞ്ഞു, ചെറിയ വണ്ണത്തിൽ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഓക്കെ, എന്താ പറയുക, വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കഥപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വേഗം വിടുന്നതും നിർത്തുന്നതും, എന്തെന്നറിയില്ല. അപ്പോൾ നല്ല കിതപ്പ് വരുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.